ഓർപ്പിക്കട്ടെ, നമ്മുടെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു കപടഭക്തി മാത്രം, കപടഭക്തി ആകാതെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും വാസ്തവമായിട്ട് വരുന്ന ഒരു പ്രാർത്ഥനയായിട്ട് അത് മാറട്ടെ. It should never be selfish or dominant by one person or dominated by one person. അത് ഒരാളുടെ അധികാരത്തിലോ അല്ലെങ്കിൽ സ്വാർത്ഥമായിട്ടുള്ള ചില കാര്യങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥിതി ആകുവാൻ പാടില്ല. Sometimes dad sits, you read, you pray, you sing, and dad will be quite cool. ചിലപ്പോൾ ഇങ്ങനെ പിതാവ് പറയും, മക്കളോട് പറയും, നീ പാട്, നീ പ്രാർത്ഥിക്ക്, നീ വേദപുസ്തകം വായിക്ക്, എന്നിട്ട് ആ പിതാവ് ഒന്നും ചെയ്യാതെ അവിടെ ഇരിക്കും. We are talking about coming before the altar. നാം ഇവിടെ സംസാരിക്കുന്നത് ആ യാഗപീഠത്തിന് മുന്നിലേക്ക് ഒരുമിച്ച് കടന്നു വരുന്ന ഒരു സ്ഥിതിയാണ്. No member can be dominant or selfish there. ആ സ്ഥലത്ത് ആർക്കും ഒരു മുൻഗണന കൊടുത്ത ആ നിലയിൽ അധികാരത്തിന്റെ സ്ഥിതിയിൽ ആകുവാൻ കഴിയുകയില്ല. I am lazy, I don't want to read today. Okay, you read a psalm. ഞാൻ അല്പം മടിയനാണ്, അതുകൊണ്ട് എനിക്ക് വേദപുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല, നീ ഒരു സങ്കീർത്തനം വായിക്കുക എന്ന് പറയാൻ പാടില്ല. No, beloved, we are not training the children in the right way if we do that. ആ നിലയിൽ നാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളെ വേണ്ട നിലയിലുള്ള പരിശീലനമല്ല നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. I remember a 65-year-old father was making a comment about his 40-year-old son. 40 വയസ്സുള്ള മകനെ കുറിച്ച് 65 വയസ്സുള്ള ഒരു പിതാവ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇങ്ങനെ ഓർക്കുന്നു. My son is so obedient. എന്റെ മകൻ വളരെ അനുസരണമുള്ളവനാണ്. That even now if he wants 5 rupees for a haircut, he will come and say, Daddy, give me 5 rupees, I want a haircut. ഇപ്പോഴും അവന് മുടി വെട്ടുവാൻ വേണ്ടി 5 രൂപ വേണമെന്നുണ്ടെങ്കിൽ പിതാവേ എനിക്ക് 5 രൂപ വേണമെന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ വരും. This fellow is married and he has got 3 kids. ആ വ്യക്തി വിവാഹം കഴിഞ്ഞിട്ട് 3 കുഞ്ഞുങ്ങളുള്ള വ്യക്തിയാണ്. But the father has trained him in such a way, even if you want 5 rupees for a haircut, now also you have to go and ask the dad. ആ പിതാവ് ആ മകനെ പണ്ട് പരിശീലിപ്പിച്ചിരുന്നത് ആ മുടി വെട്ടുന്നതിന് വേണ്ടി 5 രൂപ വേണമെന്നുണ്ടെങ്കിൽ 5 രൂപയ്ക്ക് പിതാവിന്റെ അരികിൽ അവൻ വന്ന് വാങ്ങിക്കണം. അത് തന്നെയാണ് ഇപ്പോഴും താൻ തുടരുന്നത്. Dad is so proud about his son. അതിൽ വളരെ അഭിമാനം കൊള്ളുകയാണ്, മകനെ കുറിച്ച് അഭിമാനം കൊള്ളുകയാണ് ആ പിതാവ്. Beloved, that's not the way that we need to train our children. പ്രിയരെ, ആ നിലയിലല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പരിശീലിപ്പിക്കേണ്ടത്. I remember once going to a house of a servant of God. ഒരു ദേവദാസന്റെ ഭവനത്തിലേക്ക് ഞാൻ കടന്നുപോയ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. We sat for lunch. അവിടെ ഉച്ചയൂണിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ചിരുന്നു. And their 5-year-old son was also with us sitting. അവിടെയുള്ള 5 കുഞ്ഞുങ്ങളും അവിടെ കൂടെ ഇരുന്നു. And the 5-year-old son. 5 വയസ്സുള്ള മകനും അവരുടെ കൂടെ അവിടെ ഇരുന്നു. And this brother told his son, 5-year-old son, you give thanks for the food. അതിന് ഭക്ഷണത്തിന് വേണ്ടി സ്തോത്രം ചെയ്യുവാൻ ആ സഹോദരൻ ആ 5 വയസ്സുള്ള മകനോട് പറഞ്ഞു. And the child did. ആ മകൻ അത് ചെയ്തു. Child was trained. ആ മകന് ആ നിലയിലുള്ള പരിശീലനം ലഭിച്ചവനായിരുന്നു. We said amen and we started eating. ഞങ്ങൾ ആമേൻ പറഞ്ഞ് കഴിക്കുവാൻ തുടങ്ങി. And afterwards this brother told me, അതിനുശേഷം ഈ സഹോദരൻ എന്നോട് പറഞ്ഞു, my son is so happy today. എന്റെ മകൻ വളരെ സന്തോഷവാനാണ് ഇന്ന്. I asked, what happened? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? He said, uncle accepted my prayer. ഈ അങ്കിൾ എന്റെ പ്രാർത്ഥന സമ്മതിച്ചു, സ്വീകരിച്ചു എന്ന് അവൻ പറഞ്ഞു. Because he says, anytime he prays, if there is somebody else after his prayer, they will also give thanks, because they feel that's not sufficient. ആ സഹോദരൻ പറഞ്ഞത് എല്ലാ പ്രാവശ്യവും താൻ പ്രാർത്ഥനയ്ക്ക് ശേഷം മറ്റാരെങ്കിലും അതിനുശേഷം പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഈ മകൻ വിചാരിച്ചിരുന്ന ആ മകന്റെ പ്രാർത്ഥന മതിയായതായിരുന്നില്ല എന്നാണ്. But how do we train our children? എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നാം പരിശീലിപ്പിക്കുന്നത്? With what confidence do we train our children? അവർക്ക് എന്ത് ഉറപ്പിലാണ് നാം അവരെ പരിശീലിപ്പിക്കുന്നത്? So family prayer should never be selfish or dominated. സ്വാർത്ഥമായിട്ടുള്ളതോ അല്ലെങ്കിൽ സ്വയം അധികാരത്തിലുള്ളതോ ആകുവാൻ ഒരിക്കലും കുടുംബ പ്രാർത്ഥന പാടുള്ളതല്ല. Now there are certain distractions, common distractions for family prayer. സാധാരണ കുടുംബ പ്രാർത്ഥനയ്ക്ക് വരുവാനുള്ള സാധാരണയുള്ള ചില തടസ്സങ്ങളുണ്ട്. Number 1, ഒന്നാമത് televisions. ടിവിയിലെ പരിപാടികൾ. Many families, the family prayer time is, rescheduled to suit the TV program. ടിവിയിൽ വരുന്ന ആ പ്രോഗ്രാമിന് അനുയോജ്യമായിട്ടുള്ള നിലയിൽ അതുമായിട്ട് ഓവർലാപ്പ് ചെയ്യാത്ത നിലയിലാണ് പലപ്പോഴും കുടുംബ പ്രാർത്ഥന നാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. I do not know how it is here in the Gulf, because I am coming here after 9 years. ഞാൻ 9 വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഗൾഫിലേക്ക് വരുന്നത്. എന്നാൽ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. But I have seen such families back in India. ഇന്ത്യയിൽ പല കുടുംബങ്ങളും അത് ചെയ്യുന്നത് എനിക്കറിയാം. And even some places where the cable network has reached. ചില അനേക സ്ഥലങ്ങളിൽ ഈ കേബിൾ നെറ്റ്വർക്കിന്റെ ഫെസിലിറ്റി ഉണ്ട്. Another distraction can be the telephone calls. മറ്റു തടസ്സം എന്ന് പറയുന്നത് ടെലിഫോൺ കോളുകളാണ്. If it is an emergency call, they will call back again, no problem. അതുവല്ല അത്യാവശ്യമായിട്ടുള്ള ആ കോൾ ആണെന്നുണ്ടെങ്കിൽ അവർ അല്പസമയം കഴിഞ്ഞ് വിളിക്കട്ടെ. You can hook it off for some time, there is no problem, nothing you are going to lose there. ഈ പ്രാർത്ഥനയുടെ സമയത്ത് അല്പനേരത്തേക്ക് ആ ടെലിഫോൺ ഒന്ന് ഡിസ്കണക്ട് വെക്കുക. Sometimes children's studies. ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ പഠനം.
Children's studies become so important that you can't plug them even for 10 minutes of family prayer. ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുഞ്ഞുങ്ങളെ വിളിക്കുവാൻ വേണ്ടി പോലും പറ്റാത്ത വിധം അത്ര പ്രാധാന്യം കുഞ്ഞുങ്ങളുടെ പഠനത്തിന് കൊടുക്കുന്നുവെങ്കിൽ Sometimes it will be guests and visitors. ചിലപ്പോൾ വിസിറ്റേഴ്സ് ആ നിലയിൽ അതിഥികൾ ഉണ്ടായിരിക്കാം. And sometimes household works. ചില സമയത്ത് വീട്ടിലെ ജോലികള്. These are all never-ending things. ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കുകയില്ല. Now what I want to say is, these are some of the common distractions that can come to hamper our family prayers. ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഈ നിലയിലുള്ള കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ കുടുംബ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ തടസ്സമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. So we need to be very sure that these things will not hamper our prayers. You have to take certain measures for that. നാം ചില മുൻകരുതലുകൾ എടുത്ത് ഏറ്റവും ഉറപ്പാക്കേണ്ടതുണ്ട്. ഈ നിലയിലുള്ള കാര്യങ്ങളൊന്നും കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു തടസ്സമായിട്ട് മേലിൽ നിൽക്കുവാൻ പാടില്ല എന്നുള്ളത്. How do I solve these problems? This keeps coming every day. ദിനംതോറും വരുന്ന ഈ പ്രശ്നങ്ങളെ ഏത് നിലയിൽ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ കഴിയും? Now, setting priorities of daily activities is the primary step to find time for an effective family prayer. ദൈനംദിന കാര്യങ്ങളെ മുൻഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുകയാണെങ്കിൽ ആ നിലയിൽ നമുക്ക് ചെയ്യുവാൻ കഴിയും. You have so many things to do. നമുക്ക് അനേക കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. They are all scattered here and there. അത് ചിതറിക്കിടക്കുകയാണ്. You don't know what is to be done when. എപ്പോൾ ഏത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. So one thing that you can immediately do to have an effective family prayer is put your activities in order. നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മുൻഗണന അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ ക്രമമായിട്ട് ഷെഡ്യൂൾ ചെയ്യുക. Reschedule things. എല്ലാ കാര്യത്തിനും അതിനുള്ള ഒരു റീഷെഡ്യൂൾ ചെയ്യുക. For example, in my house I always say that our family prayer should be before dinner. ഞാൻ ഉദാഹരണമായിട്ട് എന്റെ ഭവനത്തിൽ ഇങ്ങനെ പറയാറുണ്ട്, വൈകുന്നേരത്തെ ഭക്ഷണത്തിന് മുമ്പായിരിക്കണം എപ്പോഴും കുടുംബ പ്രാർത്ഥന എന്നുള്ളത്. Because if you think after dinner, then load of distractions come. അത്താഴത്തിന് ശേഷമാണ് നാം ഈ കുടുംബ പ്രാർത്ഥനയെ കുറിച്ച് ചിന്തിക്കുന്നതെങ്കിൽ അനേക തടസ്സങ്ങൾ അവിടെ ഉണ്ടാകാനിടയുണ്ട്. She will be busy in the kitchen washing the dishes and plates and all, setting everything. ഭാര്യ കിച്ചണിൽ ബിസി ആയിരിക്കും, അനേക കാര്യങ്ങൾ ചെയ്യുന്നുള്ള ധൃതിയിലായിരിക്കും. By the time she finishes and comes, the son will be half asleep. ഭാര്യ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴേക്കും മകൻ പോയി ഉറങ്ങാൻ കിടക്കും. And by the time you wake him, no, I may be getting something else. ആ സമയത്ത് എന്നെ വന്ന് വിളിക്കുമ്പോൾ എനിക്ക് മറ്റെന്തെങ്കിലും ചെയ്യുവാൻ കാണും. Now, I'm not telling that every family it should be like that. എല്ലാ കുടുംബവും ആ നിലയിൽ വേണമെന്ന് ഞാൻ But നിർബന്ധിക്കുന്നില്ല. each family should be very sure of putting things in order so that you will find an effective time according to the convenience of all the ചെയ്യേണ്ട members. കാര്യങ്ങളെ ക്രമമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് ഒരു ഗുണകരമായിട്ടുള്ള കുടുംബ പ്രാർത്ഥനയ്ക്ക് സാഹചര്യം ഒരുക്കുന്ന നിലയിൽ നാം കാര്യങ്ങളെ ചെയ്യേണ്ടതുണ്ട്. An example of an ideal family prayer, just few practical tips I would like മാതൃക to say. കുടുംബ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ചില ഉദാഹരണങ്ങൾ കാണിക്കാം. A suitable time considering the availability of all. എല്ലാവർക്കും കടന്നു വരുവാൻ പറ്റുന്ന ആ ഒരു സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കുക. Find a time where everyone, the daddy, mummy and the children or whoever stays in your house, where all will have a common time. മാതാപിതാക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് കുടുംബ പ്രാർത്ഥനയ്ക്ക് വരുവാനുള്ള ഒരു സമയം കണ്ടെത്തുക. Unless it is unavoidable where one member is not able, which can happen very occasionally, don't make it a regular habit of skipping someone. വളരെ അപൂർവമായിട്ട് മാത്രം ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് അങ്ങനെ കടന്നു വരുവാൻ ആർക്കെങ്കിലും പറ്റാത്ത ആ ഒരു കാര്യം മാത്രം നമുക്ക് ഇതിൽ നിന്നും ഒഴിച്ചു നിർത്താം. So to the best of your ability, find and fix a time considering the availability of all the members, especially your children. നമ്മുടെ കഴിവിന് മാക്സിമം പരിശ്രമിച്ചിട്ട് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും കൂടി കടന്നു വരുന്ന ഒരു സമയം ഇതിനു വേണ്ടി നാം മാറ്റിവെക്കേണ്ടത് ആവശ്യമുണ്ട്. Secondly, രണ്ടാമതായിട്ട് all the members must have some participation. കുടുംബത്തിലെ എല്ലാ വ്യക്തികൾക്കും അതിന് അവരുടേതായിട്ടുള്ള ഒരു പങ്ക് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. Even your children. നാം കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ. There should not be one member just sitting without doing anything throughout the whole process of the family prayer. ആ കുടുംബ പ്രാർത്ഥനയുടെ ആ സമയത്ത് ഒരു വ്യക്തി ഒന്നും ചെയ്യാതെ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല. Something should, unless they are real infants. അത് തീരെ പൊടിക്കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചില കാര്യങ്ങൾ ചെയ്തിരിക്കണം. Some participation. എന്തെങ്കിലും ഒരു പങ്ക് അതിലുണ്ടായിരിക്കണം. The daddy should have something, mommy should have something, children should have, everybody should have one or other part in the family prayers. They should be a part of it. പിതാവിന് എന്തെങ്കിലും കാര്യം ചെയ്യാൻ കാണണം, മാതാവിന് എന്തെങ്കിലും ചെയ്യാൻ കാണണം, കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കാണണം. ഇങ്ങനെ എല്ലാവർക്കും ഈ കുടുംബ പ്രാർത്ഥനയിൽ ഒരു പങ്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. And thirdly, explaining the meaning
and the context of the songs or the explaining the scripture a little briefly. മൂന്നാമതായിട്ട് ആ പാട്ടുകളുടെയൊക്കെ ആ കാര്യങ്ങളൊക്കെയും അല്ലെങ്കിൽ ആ തിരുവചനത്തിന്റെ അർത്ഥങ്ങളൊക്കെയും ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. Now we are fast moving into an age of choruses. ഈ കോറസുകളൊക്കെ പാടുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് നാം പെട്ടെന്ന് വന്നിരിക്കുകയാണ്. 2 or 3 sentences is enough to spend half an hour of singing. അരമണിക്കൂർ പാടുന്നതിന് വേണ്ടി 2-3 വാചകങ്ങൾ മതി. Keep on repeating. അത് ഇങ്ങനെ പാടിക്കൊണ്ടേയിരിക്കും. I'm not trying to blame that. ഞാൻ അതിനെ കുറ്റം വിധിക്കുന്നില്ല. But what I'm trying to say is we don't know who originated it, in what context they did it, nothing. But we have so many hymns and songs which has got a history behind that. ഞാനിങ്ങനെ നിങ്ങളെ ഓർപ്പിക്കട്ടെ, നാം ഈ പാടുന്ന ആ കാര്യങ്ങളൊക്കെ ആരെഴുതി, എവിടെ എഴുതി, എന്താണ് അതിന്റെ ചരിത്രം, ഒരു കാര്യവും അറിയില്ല. നാം അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. But so many hymns which has got a history behind it. അനേക ആത്മീയ ഗാനങ്ങൾക്ക് അതിനൊരു ചരിത്രം അതിന്റെ പിന്നിലുണ്ട്. Some context which led the servants of God to write that song. ആ പാട്ട് എഴുതുവാൻ വേണ്ടി ചില സാഹചര്യങ്ങൾ ആ ദേവദാസന്മാരെ പ്രയോജിപ്പിച്ചിട്ടുണ്ട്. If you know that, just explain it when you sing that. ആ കാര്യങ്ങൾ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അത് പാടുമ്പോൾ ആ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. Or explain the meaning of what you read very briefly. നാം വായിച്ച ആ ഭാഗത്തെ കുറിച്ച് വളരെ ചുരുക്കമായിട്ട് ആ സമയത്ത് അവരോട് വിശദീകരിച്ചു കൊടുക്കുക. So that can be a part of a model family prayer. ആ നിലയിലുള്ള ഇത് ഒരു മാതൃകാ കുടുംബത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഘടകമായിട്ടിരിക്കും. Fourthly, systematic and regular singing, reading or maintaining the prayer needs. ആ പ്രാർത്ഥനാ വിഷയങ്ങളും ആ പാടുന്ന പാട്ടുകളും വേദപുസ്തക വായനയും ഒക്കെ ചിട്ടയായിട്ട് നാം ക്രമീകരിക്കേണ്ടതുണ്ട്. Not every day just opening the Bible and doing like this and read. എല്ലാ ദിവസവും വേദപുസ്തകം എടുത്ത് കറക്കി കുത്തി വായിക്കുന്ന ഒരു സ്ഥിതി ആകുവാൻ പാടില്ല. If you continuously use your Bible like that, നാം ആ നിലയിൽ സ്ഥിരമായിട്ട് നാം വേദപുസ്തകം ഉപയോഗിക്കുകയാണെങ്കിൽ within a month your Bible will be folded or tuned in such a way that anytime you open the same page comes. എപ്പോൾ നമ്മൾ വേദപുസ്തകം എടുത്ത് തുറന്നാലും അതേ പേജ് തന്നെ എപ്പോഴും വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ ഇടയാകും ഒരു മാസത്തിനകത്ത്. Let us have some systematic reading. ചിട്ടയായിട്ടുള്ള ഒരു വായിക്കുന്ന ഒരു ശീലം ഉണ്ടാകട്ടെ. Even songs you can have, if you are using a particular book, go systematically 1, 2, 3 and that'll be quite encouraging. നാം പാട്ട് പാടുന്ന ബന്ധത്തിലും ആ പാഠപുസ്തകത്തിലും ചിട്ടയായിട്ട് 1, 2 ആ നിലയിൽ പാട്ടുകൾ എടുത്ത് പാടാം. Prayer needs. പ്രാർത്ഥനയുടെ ആവശ്യങ്ങൾ. Maintain some list, a systematic list. ആ പ്രാർത്ഥനയ്ക്കുള്ള ആ കാര്യങ്ങളൊക്കെ എഴുതി ഒരു കുറിപ്പ് നിങ്ങളുടെ കൈ വെക്കുക. Maybe take some prayer handbook. അത് ഒരു prayer handbook എടുത്തിട്ട് അതിൽ നിന്ന് ഒരു പക്ഷേ നിങ്ങൾക്ക് എടുക്കാം. Think of praying for 2 or 3 names every day systematically. ചിട്ടയായിട്ട് എല്ലാ ദിവസവും 2-3 ആൾക്കാരെ പേരുകൾ ഓർത്ത് പ്രാർത്ഥിക്കുക. So find some system that you can follow which is more meaningful in your family prayers. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ അർത്ഥവത്തായിട്ടുള്ള ചില വഴികൾ നിങ്ങൾ തന്നെ കണ്ടെത്തുക. And finally, അവസാനമായിട്ട് an informal interaction or discussion among the family members. ആ കുടുംബത്തിലുള്ള ആൾക്കാർ തമ്മിൽ സൗഹാർദ്ദപരമായിട്ടുള്ള അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇടപാട് ആവശ്യമായിട്ടുണ്ട്. And especially in the modern days we are all so formal. ഈ ആധുനിക കാലഘട്ടത്തിൽ നാം എപ്പോഴും വളരെ ഫോമലാണ്. The family prayer also becomes so formal. കുടുംബ പ്രാർത്ഥന പോലും ആ നിലയിലായി പോകുന്നു. We need to have some informal discussion. നമുക്ക് ശരിക്കും വാസ്തവത്തിൽ സൗഹാർദ്ദപരമായിട്ടുള്ള ചില ഡിസ്കഷൻസ് ഉണ്ടാകേണ്ടത് ആവശ്യമുണ്ട്. Maybe before the prayer or after the prayer, spend some time that you will be able to talk with one another. ഒരുപക്ഷേ പ്രാർത്ഥനയ്ക്ക് മുമ്പോ അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ശേഷമോ നിങ്ങൾ ഒരുമിച്ചിരുന്ന് പരസ്പരം സംസാരിക്കുവാൻ അല്പസമയം കണ്ടെത്തുക. Let your children have the privilege of sharing their feelings and what happened in the day in the school. They have lots to tell you. കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അവരുടെ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടും പങ്കുവെക്കുവാൻ കുഞ്ഞുങ്ങൾക്ക് ഒരു സാഹചര്യം അതുമൂലം ഉണ്ടാകട്ടെ. Oh, let the dad tell what's happening in his ministry. തന്റെ ശുശ്രൂഷയിൽ എന്ത് സംഭവിച്ചു എന്ന് ആ പിതാവ് അവരോട് പറഞ്ഞു കൊടുക്കട്ടെ. Let the mom share the contents of her discussion with the neighbors. അടുത്തുള്ളവരുമായിട്ട് സംസാരിച്ചിട്ടുള്ള മാതാവ് സംസാരിച്ച ആ കാര്യങ്ങളൊക്കെ ഇവിടെ പങ്കുവെക്കട്ടെ. There should be some informal interaction taking place. അങ്ങനെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു സംഭാഷണം അവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമുണ്ട്. Yes, beloved, we need to follow a very model example so that
others will know. നാം മാതൃകപരമായിട്ടുള്ള ഒരു ഉദാഹരണം, ഒരു മാതൃകയായിട്ട് നാം ആയിരിക്കേണ്ടതുണ്ട്. ആ നിലയിൽ മറ്റുള്ളവർ നമ്മളെ കാണാനിടയാകണം. I remember once traveling in the train from Mangalore towards Kerala. മംഗലാപുരത്തു നിന്നും കേരളത്തിലോട്ട് ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്തിരുന്നപ്പോൾ, And Mangalore, you know, the place where a lot of students come. അനേക സ്റ്റുഡൻസ് ഉള്ള ഒരു സ്ഥലമാണ് ഈ മംഗലാപുരം. Vacation time, the trains are full of students. അവധി